ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ബ്രോഡായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുക. മാനുവൽ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, അങ്ങനെയാണ് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുക. അതായത് ആര് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഡിവൈഡ് ചെയ്യുന്നത് മാനുവലും ഓട്ടോമേഷനുമായിട്ടാണ് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ഥിരം എല്ലാ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂവിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് മാനുവൽ ടെസ്റ്റിങ്ങും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് അതിൻ്റെ സിമിലാരിറ്റീസ്, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ നമ്മളിത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂവിന് ചോദിക്കണം മാത്രമല്ല, ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, പേര് പറയുന്ന പോലെ തന്നെ മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ബൈ ഹ്യൂമൻ ചെയ്യുന്നതാണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമേഷൻ ടൂൾസിൻ്റെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക് ആക്കി സെറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാനുവൽ ടെസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് മാനുവൽ ടെസ്റ്റിംഗ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഇൻ വിച്ച് ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ഈസ് പെർഫോംഡ് മാനുവലി ബൈ ഹ്യൂമൻസ്. അതായത് ഇതൊരു എന്ത് തരം ടെസ്റ്റിംഗ് ആണ്? നമ്മൾ എഴുതുന്ന ടെസ്റ്റ് കേസുകൾ, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് നടപ്പിലാക്കുക, അത് ചെയ്ത് നോക്കുക. അപ്പോൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ലോഗിൻ ചെയ്ത് നോക്കുക, നേരിട്ട് ചെയ്ത് നോക്കുക. അത് ചെയ്യുന്നത് മാനുവലി ബൈ ഹ്യൂമൻ. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സ് നേരിട്ട് ഹ്യൂമൻ നേരിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോകുകയാണെങ്കിൽ www.facebook.com എന്ന സൈറ്റിൽ പോകണു, യൂസർ നെയിമിൻ്റെ അവിടെ നമ്മുടെ പേര് അടിക്കണു, പാസ്വേഡ് അടിക്കണു, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണു. ഇതൊക്കെ നമ്മൾ മൗസ് ഉപയോഗിച്ച് നമ്മൾ തന്നെ ചെയ്യണതിനാണ് എന്ത് പറയണേ? മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് എന്താണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് നോക്കാം. ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഇൻ വിച്ച് ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ഈസ് പെർഫോംഡ് യൂസിങ് ഡിഫറെൻറ്റ് ഓട്ടോമേഷൻ ടൂൾസ്. നമ്മളൊരു ഫേസ്ബുക്കിൻ്റെ ലോഗിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിലുള്ള ടെസ്റ്റ് കേസുകൾ സാധാരണ മാനുവൽ എഴുതുന്ന ടെസ്റ്റ് കേസുകൾ തന്നെയാണ് ഓട്ടോമേഷനും. അതായത് ലോഗിൻ ചെയ്യുക, കറക്റ്റ് യൂസർ നെയിം വെച്ച് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻകറക്റ്റ് യൂസർ നെയിം വെച്ച് ലോഗിൻ ചെയ്യുക, പാസ്വേഡ് തെറ്റിച്ച് ലോഗിൻ ചെയ്യുക, റിമെമ്പർ പാസ്വേഡ് ചെക്ക് ചെയ്യുക. ഓരോ ടെസ്റ്റ് കേസുകൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് ചെയ്യാതെ അതിനെ സ്ക്രിപ്റ്റ് എഴുതി ഇന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യണം എന്നൊക്കെ ഒരു ടൂൾസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതുന്ന പോലെ എഴുതിയിട്ട് അത് ഇത്ര വട്ടം ലൂപ്പ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് പ്ലേ ചെയ്യുക. ആ ടൂള് ഓണാക്കി വെക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ റിപ്പീറ്റ് ആയിട്ട് ഫേസ്ബുക്ക് ലോഗിൻ ആണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ പോകും, യൂസർ നെയിം തന്നെ അടിക്കും, പാസ്വേഡ് തന്നെ അടിക്കും, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും. വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുത്ത ഡാറ്റ അനുസരിച്ച് വേറെ യൂസർ നെയിം അടിക്കും, വേറെ പാസ്വേഡ് അടിക്കും, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് വർക്ക്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡിഫറൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഡിഫറൻസ് എന്താണ്? മാനുവൽ ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ഈസ് വെരി ടെഡിയസ് ആൻഡ് ടൈം കൺസ്യൂമിങ്. മാനുവലായിട്ട് ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ടെഡിയസ് ആണ്. ടെഡിയസ് എന്ന് പറഞ്ഞാൽ കുറേ ഹാർഡ് വർക്കിംഗ് ആണ്, കുറേ ബുദ്ധിമുട്ടുള്ളതാണ്, വർക്ക് ചെയ്യാൻ ടൈം കൺസ്യൂമിങ് ആണെന്ന്. അതായത് ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെ ലോഗിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 1, 2, 3 ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല ലോഗിൻ പേജ് കറക്റ്റ് ആണോ എന്നുള്ളത്. നമ്മൾ തൗസൻഡ്സ് ഓഫ് ലോഗിൻ ചെയ്ത് നോക്കേണ്ടി വരും. ചിലപ്പോൾ തൗസൻഡ്സ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഹൺഡ്രഡ്സ് ഓഫ് ലോഗിനെങ്കിലും നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ ലോഗിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ യൂസർ നെയിം അടിക്കുക, ഓരോ പാസ്വേഡ് അടിക്കുക, ഓരോ വട്ടം അത് ചെക്ക് ചെയ്ത് കറക്റ്റായി നോക്കുക. അത് ഒരു വട്ടം 100 യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ച് കയറുന്നതുകൊണ്ട് വലിയ കുഴപ്പമുള്ള കാര്യമില്ലാന്ന് വിചാരിക്കും, നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ്റെ ഓരോ വെർഷൻ ഇറക്കുമ്പോഴും ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ വീണ്ടും ലോഗിൻ കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടി വരും. കാരണം വേറെ ഏതെങ്കിലും ഒരു മാറ്റം വന്നാലും ചിലപ്പോൾ ലോഗിൻ പേജ് പ്രശ്നം വരാം. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ലോഗിൻ 100 പേരായാലും 500 പേരായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് എന്ത് നമുക്ക് വേണ്ടത്? ഓട്ടോമേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു വട്ടം സ്ക്രിപ്റ്റ് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു വട്ടം ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ഈസ് വെരി ഫാസ്റ്റ്. ഓൺലി ദ ഇനീഷ്യൽ ടെസ്റ്റ് ഫ്രെയിം വർക്ക് ആൻഡ് ടെസ്റ്റ് സ്ക്രിപ്റ്റ് ക്രിയേഷൻ ടേക്സ് ടൈം. തുടക്കത്തിൽ നമ്മൾ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ലോഗിൻ ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സൈറ്റിൽ പോകണം, യൂസർ നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണം, യൂസർ നെയിമിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യണം, പാസ്വേഡിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യണം, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇതൊക്കെ ഒരു വട്ടം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കേണ്ട വാല്യൂസ് യൂസർ നെയിമും പാസ്വേഡും ഒരു എക്സൽ ഷീറ്റ് വഴി കൊടുക്കുകയാണെങ്കിൽ ഒരു വട്ടം സെറ്റ് ചെയ്യാനേ പണിയുള്ളൂ. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വെറുതെ ഒന്ന് നമ്മൾ എഴുതിയ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്താൽ മതി.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ പുതിയൊരു അപ്ഡേഷൻ വന്നു, പുതിയൊരു വീഡിയോ കൊണ്ട് അപ്ഡേഷൻ വന്നു, ചാറ്റിൻ്റെ അപ്ഡേഷൻ വന്നു. ഇങ്ങനെ ഓരോ അപ്ഡേഷൻ വരുമ്പോഴും നമ്മൾ ലോഗിൻ വീണ്ടും ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരണം. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓട്ടോമേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് അതിപ്പോൾ സെലീനിയ ആവാം, ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാണ്? മെയിൻലി നമ്മൾ സെലീനിയാണ് ഉപയോഗിക്കുക. സെലീനിയം, വെബ് ഡ്രൈവർ, ജാവയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ റൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ സെലീനിയ ID ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. ഏത് വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ APM ഉണ്ട്, ഏത് ടൂളാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ റൺ ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ഓരോ അപ്ഡേഷനും പുതിയ വെർഷൻ വരുമ്പോൾ ലോഗിൻ പേജ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പണിയെടുക്കേണ്ട, ഓൾറെഡി സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. മാനുവൽ ടെസ്റ്റിംഗ് നോട്ട് സൂട്ടബിൾ ഫോർ പെർഫോമിംഗ് ലോഡ് ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് റിക്വയർ ഫ്രീക്വന്റ് ടെസ്റ്റ് എക്സിക്യൂഷൻ. അതായത് മാനുവൽ ടെസ്റ്റിംഗിൽ ലോഡ് ടെസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് ലോഡ് ടെസ്റ്റിംഗ്? ഒരു ആപ്ലിക്കേഷനെ കുറേ ലോഡ് കൊടുക്കുക. അത് ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒരാൾ യൂസ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, 10 പേര് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, 100 പേര് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ 1 2 പേരോ 100 പേരോ യൂസ് ചെയ്യണ പോലെ ആവില്ല. ചിലപ്പോൾ ഒരു ബിഗ് സെയിൽ വരികയാണ്, ഇപ്പോൾ ദീപാവലിക്കാണെങ്കിൽ ദീപാവലി ഓഫർ വരികയാണ്, വലിയൊരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഓഫർ വരികയാണെങ്കിൽ അറ്റ് എ ടൈം ലാക്സ് ഓഫ് പീപ്പിളാണ്, മില്യൺസ് ഓഫ് പീപ്പിളാണ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ സൈറ്റ്, ഇതിൻ്റെ ലോഗിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്സസ് ചെയ്യണം സൈറ്റിൻ്റെ ഫങ്ഷനാലിറ്റികൾ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ആവുമെന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. മാനുവലി നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് യൂസർ വരെ മാനുവലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമല്ല. അറ്റ് എ ടൈം ഒരു ഹൺഡ്രഡ്സ് ഓഫ് പേര്, മില്യൺസ് ഓഫ് പീപ്പിൾസ് കയറിയ എന്താ അവസ്ഥ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മാനുവലി നമുക്ക് ഇമ്പോസിബിൾ ആണ്. മാക്സിമം നമുക്ക് പറ്റിയ എന്താണ്? മാനുവലി ലോഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 3-4 ബ്രൗസറിൽ, 3-4 കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ ഒരു 10 കമ്പ്യൂട്ടറിൽ 3-4 ബ്രൗസർ വെച്ചിട്ടൊക്കെ ചെയ്താൽ അറ്റ് എ ടൈം നമ്മൾ തന്നെ കുറേ പേരെ വെച്ചിട്ട്, കുറേ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് ലോഗിൻ ചെയ്ത് നോക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊന്നും അത്ര പ്രാക്ടിക്കലല്ല, അതുകൊണ്ട് അത്ര ഗുണമില്ല. ആ ഒരു നമ്പർ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ മാനുവൽ ടെസ്റ്റിങ്ങിൽ നമുക്ക് ലോഡ് ടെസ്റ്റിംഗ് വളരെയധികം ഇമ്പോസിബിൾ ആയ ഒരു കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യണേ? ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലേക്ക് പോകണം. അപ്പോൾ ലോഡ് ടെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ യൂസിങ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. ഓൾസോ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ റിഗ്രഷൻ ടെസ്റ്റ് ആൻഡ് ഫോർ ടെസ്റ്റ് വിച്ച് റിക്വയർ ഫ്രീക്വന്റ് ടെസ്റ്റ് എക്സിക്യൂഷൻ. ഫ്രീക്വന്റ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റ് എക്സിക്യൂഷൻ ചെയ്യേണ്ട സമയങ്ങളിലാണ് നമ്മൾ ഓട്ടോമേഷൻ. അതായത് കമ്പ്യൂട്ടറിന് അതൊരു പ്രോബ്ലം അല്ല, നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഫ്രീക്വന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനെ സഹായം തേടാം. പിന്നെ ഇതുപോലെ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നാൽ ഓൾറെഡി ഉള്ള ഫങ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് എളുപ്പം. അതായത് ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു, ഫേസ്ബുക്ക് ലൈവ് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോഗിൻ പേജ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ വീണ്ടും ആ ഫേസ്ബുക്കിൻ്റെ ലൈവ് എന്ന് പറഞ്ഞ ഒരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് ലോഗിൻ പേജിന് എന്തെങ്കിലും പ്രശ്നം വന്നോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ലോഗിൻ പേജിൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റ് വെറുതെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെയധികം ഉപകാരമാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. പിന്നെ മാനുവൽ ടെസ്റ്റ് കേസസ് ആർ റിക്വയർഡ് ടു ബി റൺ സീക്വൻഷ്യലി. അതായത് മാനുവൽ ടെസ്റ്റ് കേസ് എപ്പോഴും എന്താണ്? സീക്വൻഷ്യലി, സീരിയലായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതായത് ഒരു ടെസ്റ്റ് കേസ് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയാലും നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് കേസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലാണ് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈം കുറേ നഷ്ടപ്പെടും. ഒരെണ്ണം കഴിഞ്ഞ് അത് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത് പോകാൻ. പക്ഷേ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ അങ്ങനെയല്ല, സീക്വൻഷ്യലല്ല. മാനുവൽ ടെസ്റ്റിംഗിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ നെയിം കയറുന്നു, ലോഗിൻ ചെയ്യണു, അടുത്തത് ഒരു ഇ-കൊമേഴ്സ് ആണെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യണു, അത് കഴിഞ്ഞാൽ ഇതിലേക്ക് പോകണം. ഓരോന്നിനും ഓരോ സീരിയലായിട്ട് നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ടെസ്റ്റ് കേസും ഒരെണ്ണം കഴിഞ്ഞിട്ടേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അത് സമയം ഓട്ടോമേഷനിൽ എങ്ങനെയാണ്? ഓട്ടോമേഷനിൽ നമുക്ക് ടൂൾസാണ്. ടൂൾസിൽ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം തന്നെ 2-3 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം അതിൽ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഈ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ വേറെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ നമുക്ക് വേറെ ടൂൾസൊക്കെ ഉപയോഗിച്ചാൽ ഈവൻ സെയിം കമ്പ്യൂട്ടറിൽ തന്നെ അറ്റ് എ ടൈമൊക്കെ 2 ടെസ്റ്റ് കേസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും ഭയങ്കരമായിട്ട് ഗുണമുള്ള കാര്യം. ഇനി എന്താണ്? ലെസ് റിലയബിൾ ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആൻഡ് മാനുവൽ ടെസ്റ്റിംഗ് ലെസ് റിലയബിൾ ആണെന്ന് പറയാം. അതായത് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് കേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധ കുറയാം. നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് തന്നെയാണോ വന്നെന്നുള്ളത് ചിലപ്പോൾ ശ്രദ്ധ കുറവുകൊണ്ട് മനസ്സിലാവാതിരിക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടയർഡ് ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഹ്യൂമൻ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതേസമയം എന്താണ്? ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ എന്താണ്? ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സ്ക്രിപ്റ്റിൽ. ഇന്ന സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇന്നതാണ് വേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാം വെച്ച് ഇഫ് എൽസ് വെച്ച് ഇഫ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇന്നതാണെങ്കിൽ ടെസ്റ്റ് കേസ് പാസ്, എൽസ് ആണെങ്കിൽ ടെസ്റ്റ് കേസ് ഫെയിൽഡ്, അത് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ പറയും. മനുഷ്യന് പറ്റുന്ന തെറ്റുകളൊന്നും കമ്പ്യൂട്ടറിന് പറ്റില്ല. ഓക്കെ, പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസും ലൈക്കും ആണ് നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് പ്രചോദനമാവണേ. അതുകൊണ്ട്
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സ്ഥിരമായിട്ട് വീഡിയോ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.